അച്ഛാ നോക്കാ ചേച്ചി ഹായ്. അപ്പം വിശന്ന് പൊരിഞ്ഞിട്ടുള്ളൊരു ഇരിപ്പാട്ടോ ഇത്. അപ്പോൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മന്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എവിടെയല്ല, നെഹദി മന്തിയിലിരിക്കണം. അപ്പോൾ ഒരാളെ തലതാ ഞാൻ കാണുന്നില്ല കേട്ടോ. എന്ത് വലിഞ്ഞ് നോക്കിയാണ് വിളിക്കാനായോ. സാധാരണ നമ്മൾ കല്യാണങ്ങൾക്കെല്ലാം ഇങ്ങനെ കാത്തിരിക്കൽ അങ്ങനെയല്ല, കുറച്ച് കസേര കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കലുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും നല്ല വിശന്ന് പൊരിഞ്ഞ് വരുന്നവർക്കാണെങ്കിൽ കുറച്ച് പണി കിട്ടും. നേരത്തെ ആ ഒരു പ്രഷറും എല്ലാം കൂടി. പക്ഷേ കുറച്ച് ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. എന്തായാലും മന്തി എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല. അപ്പോൾ അവർ ബീഫ് മന്തിയും ഞങ്ങൾ ചിക്കൻ മന്തിയൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മറ്റേ തവ ചിക്കനില്ലേ, അതാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അധികം യൂട്യൂബിൽ എല്ലാവരും വ്ളോഗ് ഫോർ യുവിൽ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെ മുടിമുറിക്കൽ വീഡിയോസും കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അധികം ഹൈപ്പ് കൊടുക്കാണ്ട് അങ്ങനെ വെച്ചത്. അപ്പോൾ എന്തായാലും ഫുഡ് എന്തായാലും പൊളിയാട്ടോ. ഇനിയാണ് ഞങ്ങൾ ഈ മുടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇങ്ങനെ നമ്മൾ ഹൈപ്പെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു, മറ്റേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്ക് ഓവർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സനിതേൻ്റെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ കുറേ ആയി ഇങ്ങനെ വിചാരിക്കുന്നു മുടി നല്ലോണം ആ ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മുടി പോയതിൻ്റെ ആ ഒരു വിഷമം ശരിക്കും കുറച്ചൊക്കെ ഉണ്ട്. നമ്മൾ രാത്രിയൊക്കെ മുടി മുറിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം പോലെ, അയ്യോ എൻ്റെ മുടി കട്ട് ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അത്ര വിഷമിക്കേണ്ട ഒരു മുടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ ഒരു കുറച്ചിങ്ങോട്ടുള്ള ആ ഒരു പീസ്, ആ തുമ്പ് മുഴുവനും പുറ്റുപോലെ ഇങ്ങനെ ഒരു ജട കിട്ടിയ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞാൻ അന്നേ വിചാരിച്ചു ഒന്ന് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ നിഗിയുടെയും പിന്നെ എൻ്റെ അയ്യപ്പക്കും ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ. നിഗി എന്നെ കുറേ നിർബന്ധിച്ചിട്ടാണ് ഞാനിതിന് ശരിക്കും ഇന്ന് തന്നെ കയറാമെന്ന് വിചാരിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നിങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ആ ഒരു അനൂസ് ബ്യൂട്ടി നമ്മളെ ചേച്ചീൻ്റെ കടേൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ കൂടി തന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളവിടെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും അയ്യപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അന്നേ പറയുന്നുണ്ട്, എടി അത് പോയിടി ആ മുടീൻ്റെ തെറ്റെല്ലാം പോയിട്ടാണല്ലോ ഒന്ന് കട്ട് ചെയ്യണമെന്നൊക്കെ അന്നേ എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ മടിച്ച് കയറുന്നു. പിന്നെ നിങ്ങളും നിർബന്ധിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് മോശം വന്നാലും എന്ത് വന്നാലും നിങ്ങളും സഹിച്ചോളണം കേട്ടോ എന്നെ ഈ കോലത്തിൽ. കാരണം നിങ്ങളും നിർബന്ധിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞു സനിയെ ഒന്ന് ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിപ്പിടി, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കുന്നൊക്കെ അന്നേ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അനുവേച്ചി എന്താ പറയുക, ഒരു അടിപൊളി തന്നെ കേട്ടോ. ചേച്ചിയുടെ വർക്ക് പറയാതെ വയ്യ കേട്ടോ, സൂപ്പറാണ്. അതുപോലെ തന്നെ ചേച്ചിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്താ രസം, ഒരു ഭയങ്കര മസാജിങ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കിടന്നുറങ്ങിപ്പോകുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനധികം ഇങ്ങനെ എന്താ പറയുക ബ്യൂട്ടി പാർലറൊന്നും വരുത്തില്ല. പക്ഷേ ഇത് പൊളിയാട്ടോ. ഇതെന്തായാലും നമ്മൾ വന്നില്ലെങ്കിൽ മിസ്സായനെ എന്ന് പറഞ്ഞ പോലെ അടിപൊളി തന്നെയാണ്. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അനുവേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്തോട്ടാ. അനുവേച്ചിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാനത് കൊടുക്കാം. അപ്പോൾ എന്തായാലും വിളിച്ച് ചോദിച്ചിട്ടാ എല്ലാമായിട്ട് നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇതങ്ങനെ ഒരു പ്രൊമോഷനായിട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ സ്വന്തം ചേച്ചിനെ പോലെയാണ്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞത്. ചേച്ചിയുടെ അടുത്ത് തന്നെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്, ചേച്ചി നല്ലൊരു വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ മുടിയൊക്കെ വാഷ് ചെയ്തപ്പോഴുള്ള കോലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും എല്ലാം പോയി തീർന്നു കേട്ടോ. മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോക്കാണ്. അപ്പോൾ താരൻ്റെയൊക്കെ ആ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് നല്ലോണം പോകുമായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മുറിച്ചെല്ലാം കഴിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും മുടി എനിക്ക് ഉണ്ടായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ ഷാമ്പൊക്കെ ഇട്ട് നല്ല പുറപ്പിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതാണ് എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. മുടി ഒന്ന് കട്ട് ചെയ്യണ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. അവരൊക്കെ മുടി കട്ട് ചെയ്യുമ്പോൾ ഞാൻ അവരെ കലമ്പൽ തന്നെ ഞാൻ അവരെ പിണങ്ങലായിട്ടോ. എന്തിനടി മുടി കട്ട് ചെയ്ത്, എനിക്ക് മുടി കട്ട് ചെയ്യുന്നൊരു സംഭവം എനിക്ക് വലിയ തൃപ്തിയല്ലാത്തൊരു സാധനമാണ്. മുടി കട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. മുടിക്ക് നീളം എത്രയുണ്ട് അതാണ് എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളിങ്ങനെ വെച്ചത്. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇനി ഇത് കട്ട് ചെയ്താലേ വളരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ലെങ്ത്തിൽ തന്നെ ഇങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് എന്നോട് അന്നേ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അതിന് സമയമായേക്കാണ്. അതിൻ്റെ സമയം മെയിനായിട്ട് നിൽക്കുകയാട്ടെ. അതിൻ്റെ ആൾ നിൽക്കുക എന്നെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു സന്ധ്യച്ചി. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമ്മളെ ഉത്സവം വരട്ടെ അങ്ങോട്ട്, അന്നേരം മുറിക്കാൻ ഞാൻ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിരുന്നു. പിന്നെ എന്തായാലും അതിൽ ഞങ്ങൾ പാസ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഇന്നാണ് അതിൻ്റെ ടൈം. അങ്ങനെയാണ് അങ്ങനെ കയറി കേട്ടോ. ഇന്നതാ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ അടിപൊളി കട്ടാട്ടെ. ഞാൻ എന്തായാലും വിചാരിച്ചതിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എല്ലാവരോടും യൂട്യൂബിൽ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ നന്നായിട്ടുണ്ട്, പക്ഷേ മുകളിലോട്ട് അധികം ഈരരുതെന്ന് പറഞ്ഞു കേട്ടോ. അത് ശരി തന്നെയാണ്. ഞാൻ മുകളിലോട്ട് അധികം, എനിക്ക് വലിയ ആന പോലത്തെ നെറ്റിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാനങ്ങനെ മുകളിലോട്ട് അധികം ഈരാൻ നിൽക്കില്ല. പിന്നെ ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത് തന്ന പോലെ അങ്ങനെ വെച്ചതാണ്. ഇനിയിപ്പോൾ
കുറച്ച് കഴിയുമ്പോൾ ഞാൻ പഴയ പോലെ തന്നെ ഞാൻ മുകളിൽ എങ്ങനെയെങ്കിലും എനിക്ക് ഇപ്പം തന്നെ മുകളിൽ വെച്ച് കെട്ടി അങ്ങോട്ട് സെറ്റായിട്ട് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഖത്തിന് തന്നെ കുറച്ചൊരു മാറ്റം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മളെ ഹെയറിന് നമ്മളെ ഫേസുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. നമ്മളെത്ര ഹെയറിനെ ലോക്കലായിട്ട് കൊണ്ടു നടക്കുന്ന അത്രത്തോളം നമ്മളെ ഫേസും ലോക്കലാവുമെന്ന് എനിക്ക് മനസ്സിലായി. ഹെയർ എത്രത്തോളം നമ്മൾ മോഡലാക്കുന്ന അത്രത്തോളം നമ്മളും മോഡലായി എന്നല്ലേ, അങ്ങനെയും അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ ഞാൻ ഒരുപാട് ബ്യൂട്ടി പാർലറിലൊന്നും ഒരുപാടൊന്നുമല്ല, ഞാൻ അങ്ങനെ എൻ്റെ കല്യാണത്തിനെങ്ങാൻ പോയ ആ ഒരു ബന്ധമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ കയറിയിട്ടില്ല, പോയിട്ടില്ല. കാരണം അന്നും പിരിയൊന്നും എടുക്കാനും നമുക്ക് പിരിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം മൈക്രോ ബ്ലേഡിങ് ചെയ്തുകൊണ്ട് പിരികം വന്നതാണ്. അതും പിന്നെ ഇനിയിപ്പോൾ എടുക്കൊന്നും വേണ്ടല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ചേച്ചിയായിട്ടില്ല എടുത്തിട്ടാ. പിന്നെ ഇതാ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള കോലം ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അവയെ പറഞ്ഞു എന്തായാലും പോയപ്പോൾ ഉള്ള കോലമല്ല, ഇറങ്ങുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എന്തായാലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഇതാണ്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫേസ്ബുക്കിലൊക്കെയും ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ സനി മുടി മുറിക്കുന്നത്. ഇനിയിപ്പോൾ അവരെങ്ങാനും വന്ന് കൊള്ളൂല എന്നെങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വിഷമമുണ്ട്, ടെൻഷനുണ്ട്. കാരണം നിങ്ങളെന്ത് പറയും, നിങ്ങളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരിതുണ്ട്. എന്താണ് പറ, നോക്ക് 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 എങ്ങനെയുണ്ട് അമ്മ? പണ്ടാണ് ഞാൻ അമ്മ ഓടിച്ചിട്ട് അടിച്ചേനെ, ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ലാന്ന്. എന്തെങ്കിലും ആക്ക് നീയൊക്കെ, നീയൊക്കെ നോക്കാമ ബാക്ക് നോക്കാമേ. അച്ഛാ നോക്കാ ചിങ്ങ, അയ്യോ അച്ഛാ സർപ്രൈസ് ഉണ്ട് കാണിക്കാൻ വേണ്ടി. എന്ത് മുടി മുറിച്ചതാ? അമ്മ എന്തുണ്ടമ്മ? കുഴപ്പമില്ല, നമുക്ക് അത്ര ഇല്ല, ഒന്നും ചെയ്തില്ല. അച്ഛാ അച്ഛാ എങ്ങനെയുണ്ട് മുടി? അപ്പാ നോക്ക്, ബാക്ക് നോക്ക്, ബാക്ക് നോക്ക് കണ്ടാ, നല്ല രസമില്ലേ? എങ്ങനെയുണ്ട് ബാക്ക് നോക്ക്, ബാക്ക് നോക്ക്, ബാക്ക് നോക്ക് സാമിടോ മുടിയാക്ക, ബാക്ക് നോക്ക് മുടി മുറിച്ച് എങ്ങനെയുണ്ട് അച്ചു? എവിടെ എവിടെ ഞണ്ട നോക്കട്ടെ, നോക്കട്ടെ. അച്ഛൻ കണ്ടിട്ട് അച്ഛനെ അതാ അച്ഛാ മോൻ തന്നെ കണ്ടുവച്ചു, മോൻ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. അതാ ഞണ്ട് 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 സർപ്രൈസ്. 5 രൂപ 10 രൂപ അതുണ്ടാവൂ. ഇന്നലെ വില പറഞ്ഞില്ലേ ഞണ്ടിന്, അതാണ് അച്ഛൻ ഇന്ന് ഞണ്ട് വന്നു വീണത്. ഞണ്ട് പറഞ്ഞ് വില പറഞ്ഞ് വില പറഞ്ഞന്ന്. പോവാ നമുക്കെന്നാല്. ഇല്ല ഞാൻ ചോറ് എനിക്കില്ല. അവയപ്പൊക്കെ വേറെ ഇളകി ചോറ് ഇന്നാണ്ട് പിന്നെ എന്ത് ചെയ്യും ഞങ്ങ? ചോറ് അതുകൊണ്ട് ചോറിലേശം തന്നെ ഞാൻ കൊണ്ടേക്കോളാം. സെറ്റായില്ലേ? അങ്ങനെ കുറച്ച് ചോറും കറിയൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, അച്ഛനും അമ്മ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ. പണ്ടൊക്കെ അച്ഛൻ മുടിയൊന്നും മുറിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കേയില്ല. അമ്മക്കും വലിയ ഇഷ്ടമല്ല മുടിയൊന്നും മുറിക്കണം, തുമ്പൊന്ന് കട്ട് ചെയ്ത് തരും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. എന്തായാലും കാലം കുറച്ച് അങ്ങോട്ട് എത്തിയില്ലേ. ഇനിയിപ്പോൾ എൻ്റെ മോൻ്റെ ഒരു അഭിപ്രായം കൂടി എനിക്ക് തേടാനുണ്ട് കേട്ടോ. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അമ്മ അടിപൊളിയായിട്ടുണ്ട്, ഒരു 10 വയസ്സ് കുറഞ്ഞെന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. അപ്പോൾ അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറയണേ.